എല്ലാം കാട് കണ്ടില്ല, അതെല്ലാം കുറച്ച് വൃത്തിയാക്കട്ടെ. കൈ കൊണ്ട് മെല്ലെ പറിച്ചെടുക്കാൻ നോക്കട്ടെ. ചെടിയൊന്നും കാണുന്നില്ല. അതെല്ലാം ഇതിനൊരു ചീനപ്പൂ പിടിച്ചിട്ട് ഉണ്ടല്ലേ, ഒന്ന് പൊരിച്ച് നട്ടതില്ലല്ലാണ്ട ചീനപ്പൂ എല്ലാം പിടിക്കട്ടിനാണ്. നമുക്ക് കിടന്നു പോയിട പൊരിച്ച് നടാതുകൊണ്ട്. തുളസി ഉണ്ട് ഇതിൽ, ഒന്നും നട്ടിട്ടില്ല. ഇത്രയും വൃത്തിയാക്കിയതാ. ഒരുപാടുണ്ടതാ. എന്തെല്ലോ മുള്ളെല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കൈക്കെല്ലാം തറച്ചു, കാണുന്നില്ല ശരിക്ക്. വെയിലും അല്ലതാ, വെയിലുണ്ടോ? അതാ നല്ല വെയിലാണെന്ന്. കുറേ ചെടി തന്നെ പാത്രമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എല്ലാം അതിൻ്റെ ഉള്ളിലായിപ്പോയി, കുറേ ചീഞ്ഞ് പോയി. ഇതെല്ലാം നല്ല പാത്രമല്ല. ചെടിയുണ്ട് പൊരിച്ചാടെ കണ്ടില്ലേ. തുളസിയുണ്ട്. ഇതൊന്നും കണ്ടിട്ടില്ല കാടിൻ്റെ ഉള്ളിൽ. എല്ലാം വൃത്തിയാക്കിയാലെല്ലാം കാണുമല്ലോ. എന്താ മുക്കുറ്റി, കീഴാർ നെല്ലി എല്ലാം ഉണ്ട്. ഇതാ എല്ലാം കിട്ടിയ തിരിഞ്ഞു വെച്ചിന്. എല്ലാം വിത്താവുന്ന സമയമല്ലേ, എവിടെയെങ്കിലും ഇങ്ങനെ അങ്ങ് നട്ടു കൊടുക്കുക. വിത്താടെ തിന്നോട്ട് വിത്ത് നശിക്കൂലല്ല. നിറയെ ഉണ്ട്, എന്നാലും കളയണ്ട മരുന്നല്ലേ. ഇടയ്ക്ക് കാണാതായ എന്തെല്ലോ ഉണ്ട് ഇവിടെ. ഇപ്പം പുല്ലെല്ലാം പൊരിക്കുമ്പോൾ ഇത് വൈകുന്നേരം തെയ്യാന്ന്. ഇതുണ്ട്, അത് ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നത്. എല്ലായിടത്തും ഉണ്ട്, ഇത് അറിയായിരിക്കും. ഇനി പുല്ലിൻ്റെ ഉള്ളിലായിപ്പോയിതാണ്ട്. ഇതിൻ്റെ മണം ഉണ്ടല്ലോ, വല്ലാതൊരു മണമാണ്. എന്താണെന്ന് പറയാൻ മണോ. ഇതെല്ലാം വെള്ളം ഇളക്കി കൊടുത്താൽ എന്തെല്ലോ ഉണ്ട് കിട്ടിയിട്ട്. എന്താ ഇതിന് എന്തോ ഒരു ഉണ്ടായത്, പേര് ഓർമ്മയില്ല. എന്താ ചുമക്കൂർക്ക ഇഷ്ടം പോലെ ഉണ്ട്. ചുമക്കൂർക്ക മറ്റേ പനിക്കൂർക്കാണെങ്കിൽ ഇത്രയും ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന് പറിക്കുന്നുമില്ല അങ്ങനെ. ഇതെല്ലാം നല്ല മണം. അങ്ങനെ നമ്മളെ വളപ്പിൽ എല്ലാ ഔഷധ ചെടികളാണ്. ഉണ്ടല്ലേ, പൊന്നാങ്കണ്ണിയുണ്ട്, കീഴാർ നെല്ലി എന്താ ഉണ്ടല്ലേ. ഇത് നിറയെ ഉണ്ട്. ഒരു ചാക്കിൽ നിറക്കേണ്ട പുല്ലും കിട്ടിയിട്ടുണ്ടല്ലോ. നല്ല വളമായി. ഇത് ചാക്കില്ല. അതായിപ്പോൾ ഇപ്പം പശുവൊന്നും ഇല്ലാതുകൊണ്ട് ചാക്കിന് വിഷമായി. എന്തെങ്കിലും നിറക്കാം. ഒന്ന് വാടിയിട്ടാകുമ്പോൾ നിലത്ത് കുഴിയാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കയ്യിലിട്ട് മൂടിയിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതും പറ്റുന്നില്ലല്ലോ കൈ കൊണ്ട്. ഇതെല്ലാം നിറയെ നോക്കണം. അതൊക്കെ ആടാന്നെല്ലാം ബാധിക്കുക തന്നെ. മുറ്റത്ത് തന്നെയല്ലേ ഇതെല്ലാം. മഴയത്തൊന്നും ആവില്ല. വെള്ളം പോകുന്നതാണല്ലേ. ഒരു ചെടീനെ അറിയാമായിരിക്കും. ഇത് ഇതിന് പേര് നാരായണി എന്നാണ് ഇതിനെ പറയൽ. നാരായണി ചെടി. ഇതിൻ്റെ പൂവിന് ഇതെല്ലാം നശിപ്പിക്കും. ഇതാണ്ട പണ്ടേ ഇല്ലതാണ് ഇത്. പഴയ കാലത്ത് ഇത് കുട്ടമ്മോനിത് ഭയങ്കരമാണ്. ഇതിന് പടർന്നുകൊണ്ട് ഇത് കളയാതിരിക്കാൻ കഴിയില്ല. ഓനിത് കൊണ്ടുവന്നതിന് കയറെല്ലാം കെട്ടിക്കൊടുത്ത് വേഗം അധികമൊന്നും ഉണ്ടാവില്ല. ഇത് വേഗം പോകും. ഇത് അധിക കാലമൊന്നും ഇത് നിൽക്കില്ല, അങ്ങനെ അഴുകി പോകും. കണ്ട ഇതിവിടുന്ന് നാളെ മാറ്റമല്ല ഒന്നിച്ച് നമുക്കാവില്ലല്ലോ. അത്രേ ആവുള്ളൂ. പന മതിയായി. കുഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതാണ്. കണ്ട കുറച്ച് ചെടിച്ചട്ടി കിട്ടിയായിരുന്നു. അതിൽ നടാൻ ചെടിയുണ്ട്. അത് നട്ടിട്ട് നാളെ കാണിക്കാം. നാളെ മഴയില്ലെങ്കിൽ ഇതെല്ലാം ഇഷ്ടപോലെ വൃത്തിയാക്കി. അത്രയായില്ലേ. മഞ്ഞപ്പാപ്പാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ കൂർക്കൽ ഇത് എന്നാണ് കീഴാർ നെല്ലിയും പിന്നെ മുക്കുറ്റിയെല്ലാം കാണാത്തവർക്ക് ഇതാ ഇത് കണ്ടോ. അതാണ്ട നിറയെ ഉണ്ട് കീഴാർ നെല്ലി. ഇതാ ഇത് കീഴാർ നെല്ലി. ഇതിൻ്റെ അടിയിൽ കണ്ടോ നെല്ലിക്ക. നെല്ലി എന്ന് പറയുന്നത് അതാണ്. കണ്ടോ ഉരുണ്ടിട്ട് ഇതിൻ്റെ കായ് ഇതിൻ്റെ അടിയിൽ കൂടെ ഉണ്ടാവില്ല. ഇതാ നെല്ലിക്ക പോലത്തെ ഉണ്ടില്ലേ, കീഴാർ നെല്ലി. അതിന് പേര് നല്ല ഔഷധമല്ലേ ഇതിനെല്ലാം. ചെടിയുണ്ട്. അതാ പൊരിച്ച് നടാൻ എൻ്റെ അനിയത്തി തന്നതാണ്. ഇതിലൊരു മഞ്ഞളിൻ്റെ തൈ പെട്ടു, മുളകിൻ്റെ തൈ ഉണ്ട് ഇതിൽ. ഇത് നമുക്ക് നാളെ ആ ചട്ടിയിൽ പൊരിച്ച് നടാം. കുറേ തൈകളായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കുറേ 2-3 അതിന് തോന്നിയത്. ഇത് പൊരിച്ച് നടാം. പൊട്ടിച്ചിട്ട് ചെറിയ ചട്ടിയായിപ്പോയില്ലേ. അതാണ്ട് അതിൻ്റെ അടിയിൽ പൊരിക്കാം. പൊരിച്ച് നടാൻ നല്ല രസമില്ലേ ഇത്. ഒരു ചട്ടി ഒഴിവാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് കുറേ ഇലയെല്ലാം വാരിയിട്ട് ഇതിൻ്റെ അടിയിൽ കുറേ പച്ച ഇലയെല്ലാം വാരിയിട്ടിന്. നമുക്ക് എന്നിട്ട് ഇത് മണ്ണത്രയിലും വേണ്ടതായാലും മണങ്ങാനാകുന്നില്ല. ഇത് കുറച്ച് ചുളിയെല്ലാം ഉണ്ട്. ഇത് വീണ്ടും എഴുതിപ്പോയിക്കോട്ടെ.
ഇത് കുറച്ചൊരു മണ്ണ് കോരിയിടാം നമുക്ക്. മണ്ണത്രേ വേണ്ട, മണ്ണരയിലുണ്ടില്ലേ. കാവും തോറും നമുക്ക് മണ്ണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. എണ്ണ ഓർത്ത് കൊടുക്കുക. ഇതാണ്ട് മണ്ണര ഉണ്ട്, അതാ അതിൻ്റെ ചുത്ത് മണ്ണരയാണ്. ഒന്നൊരു നട്ടിട്ട് നിങ്ങൾ കാണിക്കാട്ടാ. മണങ്ങാനാണ് തിരിയാവാത്തത്. അങ്ങനെ നമ്മളെ പേരെല്ലാം നിങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഇറക്ക് പേരെല്ലാം മറക്കും. അതിൻ്റെ അങ്ങനെ നട്ടുകൂട്ടാ. 3 തയ്യ ഉണ്ടായിന്, 2 അത് നാളെ നടാം. ഒരു തയ്യതിന് അധികമായിട്ടു കുറേ നാളായിരുന്നു നട്ടിട്ട്. അതിൽ ചെറിയ പാത്രത്തിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇനി നന്നായിട്ട് നോക്കാം, നമുക്ക് തണലത്ത് വെച്ചിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അത് 2 ഇല്ലു.